ഷേക്സ്പിയറുടെ ജന്മസ്ഥലമാണ് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഷേക്സ്പിയറുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു ചാപ്പൽ ദി ഗിൽഡ് ചാപ്പൽ എന്ന് അറിയപ്പെടുന്നു. ഈ ചാപ്പലിൽ വളരെ റെയറായ പടങ്ങൾ ഉണ്ട്. സെയിൻസിൻ്റെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള കവാടത്തിൻ്റെയും ചിത്രങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴും നമുക്ക് മുകളിൽ ശരിക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഭക്തന്മാർക്ക് വേണ്ടിയുള്ള മെഴുകുതിരിക്കാലുകൾ എന്തോ ഒരു ഭംഗിയാണ്. ആ മെഴുകുതിരിക്കാലുകൾ കാണാൻ തന്നെ. ഇവിടെ ഇപ്പോൾ കുർബാന ഉണ്ടോ ഇല്ലയോ ഒന്നും പറയാൻ എനിക്കറിയില്ല. ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് ഒരു ആകർഷണമാണ് ഈ ചാപ്പൽ. അതിനു പുറമെ ഈ ചാപ്പലിനോട് മുട്ടിയാണ് ഷേക്സ്പിയർ പഠിക്കാൻ ചേർന്ന സ്കൂൾ. ആ സ്കൂൾ റൂമും നമുക്ക് കാണാൻ ഇപ്പോഴും അവിടെ ഉണ്ട്. ഷേക്സ്പിയേഴ്സ് റൂം ആൻഡ് ഗിൽഡ് ഹാൾ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതാണ് ഷേക്സ്പിയർ സ്കൂളിലേക്കുള്ള പടി. ഞാൻ എൻ്റെ അകത്ത് കയറി. വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചു. പക്ഷേ അടുത്ത മുറിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അവിടെ ടൂറിസ്റ്റുകൾക്ക് പൈസ കൊടുത്തേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് അകത്തേക്ക് പോയില്ല, പുറത്തുനിന്ന് കണ്ടു. ഞാനിത് കണ്ടപ്പോൾ പോർബന്തറിൽ മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലം കണ്ടതിന് ശേഷം അദ്ദേഹം രാജ്കോട്ടിൽ പഠിക്കാൻ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ സ്കൂൾ അന്വേഷിച്ച് രാജ്കോട്ടിലെത്തി. ആർക്കും അറിയില്ല. ഒരു സൈക്കിൾ റിക്ഷക്കാരൻ എന്നെ വിളിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ്റെ അടുത്ത് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു തന്നു ആ സ്കൂൾ. ഞാൻ സ്കൂളിൽ എത്തി. അവിടുത്തെ പ്രധാന അധ്യാപകൻ എന്നെ ആദരവോടുകൂടിയാണ് സ്വീകരിച്ചത്. ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും ദൂരയിൽ നിന്ന് അവിടെ ആരും എത്താറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയുന്നത് 1988 കാര്യമാണ്. ഇതാ ടൂറിസ്റ്റുകളുമായി ഒരു കുതിര. ഇപ്പോഴും ആ കുതിരയുടെ പോത്തും വരവും കാണാൻ നല്ല ആകർഷണമാണ്. അന്ന് ആ സ്കൂളിലെ അധ്യാപകൻ എനിക്ക് ഒരു പ്രത്യേക ആൽബം തന്നു. മഹാത്മാഗാന്ധിയുടെ ആൽബം. അത് ഇന്നും ഞാൻ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു പള്ളിയിലേക്കാണ്. ഇതാണ് ഷേക്സ്പിയറുടെ പള്ളി. ഇതിനെ ഹോളി ട്രിനിറ്റി ചർച്ച് എന്ന് വിളിക്കുന്നു. അതിപുരാതനമായ പള്ളി എന്ന് മാത്രമല്ല വിശാലമായ പള്ളിയുമാണ്. പക്ഷേ അകത്ത് കയറാൻ കഴിഞ്ഞില്ല. 3:30 ഈ പള്ളി അടക്കും. ഈ പള്ളി ആംഗ്ലിക്കൻ ചർച്ചാണ്. ഷേക്സ്പിയർ അകത്താണ് അടുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഷേക്സ്പിയർ അടുക്കിയ ആ ശവകുടീരം കാണാനും കഴിഞ്ഞില്ല. ഞങ്ങൾ പുറത്ത് നടന്നു കണ്ടു. പുറത്ത് കാണാൻ നല്ല പൂന്തോട്ടമാണ്. അതിനു പുറമെ നല്ല വൃത്തിയാണല്ലോ ബ്രിട്ടനിൽ എവിടെയും. ആ വൃത്തിയും അവിടെ ആകർഷണത്താൽ ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു. കാറ്റും കൊണ്ട് തണുപ്പും ഏറ്റി. ഞങ്ങൾ ചെല്ലുമ്പോൾ 18 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. എന്നാലും കുഴപ്പമില്ല. ഇതാണ് ആവോൺ റിവർ. ഇതിനെ ഷേക്സ്പിയേഴ്സ് ആവോൺ എന്നും പറയും. കാരണം ആവോൺ റിവർ ഇംഗ്ലണ്ടിൽ തന്നെ 4 ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഷേക്സ്പിയേഴ്സ് ആവോൺ എന്ന് പറയുന്നത്. ഇതാ ടൂറിസ്റ്റുകളുമായി ഒരു ബോട്ട്. ആ ബോട്ടിൻ്റെ യാത്ര എന്ത് രസമാണ്. നല്ല രസമുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ പച്ചപ്പ് അത് നമ്മളെല്ലാവരെയും ആകർഷിക്കും. വെറുതെ അല്ല കേരളീയരെല്ലാം ബ്രിട്ടനിലേക്ക് പോരുന്നത്. ബ്രിട്ടൻകാരെവിടെ പോകുന്നുമല്ല വിഷമത്തിലാണ് ജീവിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിദേശിയുടെ ശല്യം കാരണം ചില പട്ടണങ്ങൾ അവർ ഒഴിവാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ക്രിമിനൽ കുറ്റവാളികൾ കൂടിക്കൊണ്ടിരിക്കുന്നതായാണ് അറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ഇനിയും കാണാൻ സ്ഥലങ്ങളുണ്ട്. ഒരു
ഒരു ദിവസം കൊണ്ട് കാണാവുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്നാലും ഒരു ദിവസം ഞങ്ങൾക്കില്ലല്ലോ, അര ദിവസമല്ലേ ഉള്ളൂ. ഇവിടെ ഒരു അരയന്നം മീൻ പിടിക്കുന്നത് കണ്ടു. അവന് മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എനിക്കറിയില്ല. അവൻ എന്തായാലും മുന്നിൽ തപ്പുന്നുണ്ട്. കാണാം അരയന്നത്തെ. ഇവിടെ ഒരു വഞ്ചി ഉണ്ട്. നമ്മുടെ നാട്ടിൽ അക്കരയ്ക്ക് കടക്കാൻ വഞ്ചി കയറ് കെട്ടിയിടും. അങ്ങോട്ടും ഇങ്ങോട്ടും കയറിൽ വലിച്ചാണ് ആൾക്കാർ തടുത്തിറങ്ങുക ചെറിയ തോടുകളിൽ. അപ്പോൾ വഞ്ചി തുഴയാൻ ആൾ വേണ്ടല്ലോ. ഇവിടെയും അങ്ങനൊരു വഞ്ചി അയാൾ കറക്കിയാണ് ഈ വഞ്ചിയിലുള്ളവരെ അക്കരെ ക്രോസ് ചെയ്യിക്കുന്നത്. ഞങ്ങളിവിടെ നിന്ന് വീണ്ടും നടന്നു. ഇനിയുള്ള പോക്ക് തടാക തീരത്തേക്കാണ്. അവിടെ ചെന്നാൽ അരയന്യങ്ങളുടെ കൂട്ടം കാണാം. ഇതാണ് ഷേക്സ്പിയർ നാടകം കളിക്കുന്ന ഹോൾ. റോയൽ ഷേക്സ്പിയർ തിയേറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. നല്ല ആകർഷണമാണ് അതിൻ്റെ പണി. നമ്മുടെ നാട്ടിൽ സിമെൻറ്റ് തേച്ച് കളറും കൊടുത്ത് എന്തോരോ വൃത്തികേടാക്കും. ഇവിടെ അഷ്ടിയുടെ കളർ തന്നെ എന്ത് രസമാണ്. ടൂറിസ്റ്റുകളുമായി ഒരു ബസ്. ടൂറിസ്റ്റുകളൊന്നുമില്ല. 5 മണിയാകുമ്പോൾ എല്ലാവരും അടക്കും. അത് സർക്കാർ സ്ഥാപനമായാലും പ്രൈവറ്റ് സ്ഥാപനമായാലും. അരയന്നങ്ങളൊക്കെ നിരന്ന് നിൽപ്പുണ്ട്. അവിടെ ആരോ തീറ്റ കൊടുക്കുന്നു. അതുകൊണ്ടാണ് എല്ലാം അവിടെ തങ്ങിക്കൂടി നിൽക്കുന്നത്. തീറ്റ കൊടുക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും കൊടുക്കണം എന്ന് തീരുമാനിച്ചു വരുന്നവർ കൊടുക്കാതിരിക്കില്ലല്ലോ. അവരുടെ കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുട്ടികൾ നിർബന്ധം പിടിക്കും. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബോട്ട് വീണ്ടും വരുന്നു. ബോട്ട് സഞ്ചാരം വളരെ ആകർഷണമാണ് ഇവിടെ. നമുക്ക് ആലപ്പുഴ ബോട്ട് വലിയ ആകർഷണമായി തോന്നും. പക്ഷേ ഇവിടുത്തെ ബോട്ടാണ് ആകർഷണം. കാണാൻ തന്നെ എന്ത് രസമാണ് ഇവിടുത്തെ ബോട്ടുകൾ. ഈ പ്രാവുകൾ നമ്മുടെ നാട്ടിലെ പോലെ അധികമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. എന്നാലും പ്രാവിനെ കാണാനും ഭംഗിയുണ്ട്. ഞാൻ കാക്കയെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും കാക്കകൾ ഇപ്പോൾ വളരെയധികം കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞു ഒരു അണ്ണാനെ കണ്ടിട്ടില്ലെന്ന്. ഇവിടെ ഒരു അണ്ണാനെയും കണ്ടു. അണ്ണാൻ നമ്മുടെ അണ്ണാനേക്കാളും വലിപ്പമുള്ളതാണ്. പക്ഷേ ഇപ്പോഴും കാണാത്ത ജന്തുക്കളുണ്ട്. അത് എലി, പാറ്റ, ഇവയൊന്നും ഞാൻ ഇപ്പോഴും കണ്ടിട്ടില്ല. ഈ കാട്ടിനുള്ളിലാണ് ഈ പ്രാവുകൾ അരയന്നങ്ങളും താറാവുകളും മുട്ടയിട്ട് വിരിയുന്നത്. അവിടേക്ക് നമ്മൾക്കാർക്കും പോകാൻ അവകാശമില്ല. അവരെ ശല്യപ്പെടുത്തരുതല്ലോ. എൻ്റെ ഷേക്സ്പിയറിൻ്റെ നാട്ടിലെ കാഴ്ചകൾ ഉടനെ അവസാനിക്കും. ഒരു ദിവസം വേണമായിരുന്നു, പക്ഷെ ഒരു ദിവസം കിട്ടിയില്ല. എല്ലായിടത്തും പോയി തീർക്കണമല്ലോ. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. കണ്ടാലേ എനിക്ക് യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഷെല്ലിയമ്മ. ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം അടുത്ത വീഡിയോയിലും നിങ്ങൾ വരണേ കാണാൻ. എൻ്റെ ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഷെല്ലി MF.